റിപ്പൻറ്റ്, മാനസാന്തരപ്പെടുക. മാനസാന്തരം എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഒരു മാറ്റമാണ്, പുറമേ ഉള്ളതല്ല, അകത്തു നിന്നുള്ള ചേഞ്ചാണ്. ഈ അകത്തു നിന്നുള്ള ചേഞ്ചാണ്. എപ്പോഴും ഈ അകത്തെ കാര്യം മാത്രം ദൈവം പറയുമ്പം നമ്മൾ ചിന്തിക്കുന്നില്ല, അകത്തെ മനുഷ്യൻ്റെ വിലയാണ് വലുതെന്ന്. നമ്മുടെ പുറമേ ഉള്ളത് എന്താണെങ്കിലും അകത്തെ മനുഷ്യൻ്റെ ശക്തി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിലയുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ അവകാശികളാണ്, കൂട്ടവകാശികളാണ് എന്നൊക്കെ ഈ അകത്തെ മനുഷ്യൻ എന്നും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. പക്ഷേ ഈ അകത്തെ മനുഷ്യൻ പറയുന്നതിന് വിപരീതമായിട്ട് ലോക കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ കാര്യം, അതായത് പല കാര്യങ്ങളും, അതിനെന്താ തെളിവ്, അതെങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കാണിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ ഉൾബലമുള്ളവർക്കറിയാം എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ കൂടെ ഉണ്ടെന്ന്. അതിന് ദറ്റ്സ് കോൾഡ് മെച്യൂരിറ്റി. ഇപ്പോൾ അബ്രഹാമിൻ്റെ ആദ്യത്തെ സ്റ്റേജ് അല്ലായിരുന്നു അവസാനം. ആദ്യത്തെ സ്റ്റേജിൽ ദൈവം 75-ാം വയസ്സിൽ അബ്രഹാം വിശ്വസിച്ചു, അത് നീതിയായിട്ട് കണ്ടു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് ദൈവം വാഗ്ദത്തം ചെയ്ത് നിനക്കൊരു സന്തതി ഉണ്ടാകുമെന്ന്. സന്തതി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ദൈവം തമ്പുരാൻ കൊടുക്കുന്നതിന് മുൻപേ ഹാഗാറിൽ കൂടെ ഒരു കുഞ്ഞുണ്ടാകാനായിട്ട് സാറ ഉപദേശം കൊടുത്തു. അത് സ്വീകരിച്ച് ഇസ്മയേൽ ഉണ്ടായി. ജഡശക്തി അവിടെ ഉപയോഗിക്കുക ചെയ്ത്. അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടായെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അത് കഴിഞ്ഞിട്ട് 100-ാം വയസ്സിലാണ് ഐസക് ഉണ്ടാകുന്നത്. ഐസക് ഉണ്ടായപ്പോഴത്തേക്ക് അബ്രഹാമിന് മനസ്സിലായി, ഞാൻ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ, ദൈവത്തിൻ്റെ മെച്യൂറാകുകയാണ്, ദൈവത്തിൻ്റെ പ്ലാനുകൾ ഇച്ചിരി കൂടെ മനസ്സിലായി. അപ്പോഴാണ് ഇസഹാക്കിനെ, നീ എൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ യാഗവസ്തുവാക്കി കൊണ്ടുവന്ന് ബലി അർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പിന്നെ സാറയോട് ചോദിക്കുന്നില്ല. ബിക്കോസ് ഇത് വ്യക്തിപരമായി ഞാനും ദൈവവുമായിട്ട് ഏകബന്ധത്തിലോട്ട്, അതാണ് നമ്മുടെ വളർച്ച. ലോകം എന്തെല്ലാം കിടന്നു പറഞ്ഞാലും വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിനാണ് ഏറ്റവും വലിയ. അതിനകത്ത് പിന്നെ ഒരു കരട് കയറാതെ സൂക്ഷിക്കേണ്ടി നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സൂക്ഷിപ്പിക്കുന്നവൻ ദൈവമാണ്. കാരണം ഇപ്പോൾ ഒരു ഭാര്യയുടെ നന്മയും, ഒരു ഭാര്യ വീട്ടിൽ ജീവിക്കുമ്പോൾ അവരെ സുരക്ഷിതമായിട്ട് വീട്ടിനകത്ത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും ചുമതല ഭർത്താവിൻ്റെതാണ്. അപ്പോൾ വേലി പൊളിച്ചു പോകുന്നത് വ്യത്യാസം. പക്ഷെ അല്ലാത്ത സ്ഥിതിക്ക് ഇതിനകത്ത് നിന്ന് 128 പറയുന്നുണ്ട്, യഹോവ ഭക്തനായ പുരുഷൻ ആര്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വലയത്തിനകത്താണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. അതിന് പുറത്ത് ചാടിയേച്ച് പിന്നെ ദൈവം ഒന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ കാര്യമില്ല. 128 പറയുന്നത്, യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. ദൈവത്തെ ഭയപ്പെടുന്ന പുരുഷനുണ്ട് എങ്കിൽ നിൻ്റെ അധ്വാന ഫലം നീ തിന്നും, നിൻ്റെ മക്കൾ നിൻ്റെ വീട്ടിനകത്ത്. നമുക്ക് പറയാം ദൈവത്തോട്, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, നിൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. 128 സങ്കീർത്തനം. അപ്പം ദൈവം ഒരു നല്ല മുന്തിരിവള്ളി, അത് മീൻസ് അതിൻ്റെ വേര് വീട്ടിനകത്താണ്. നമ്മൾ സ്ത്രീകൾ ജോലിക്ക് പുറത്തു പോകും, വി മേക്ക് മണി ഓർ വി മേക്ക് കോണ്ടാക്ട്, ബട്ട് ദെൻ ഒരിക്കലും റൂട്ട് മാറിപ്പോകുന്നില്ല. റൂട്ട് ധരിച്ചു പോയെങ്കിൽ കുഴപ്പമായി, കുടുംബം ഇല്ലാതായി, മക്കൾക്ക് വേരില്ല. ദ റൂട്ട് എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്കകത്ത് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ അദ്ദേഹത്തിൻ്റെ ഒറിജിൻ എന്താണെന്ന് അന്വേഷിച്ചിട്ട് ആഫ്രിക്കയിൽ പോയിട്ട് അവൻ്റെ പൈതൃകം അല്ലെങ്കിൽ അവൻ എവിടുന്ന് ഒറിജിനേറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കുന്നു. അത് നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്, നമ്മൾ എവിടുന്ന് വന്നു. വി ബിലോങ് ടു ഗോഡ്, ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് ഈ ഒരു ഉന്നതമായ പദവി നമുക്കുണ്ടേ എന്ന് നമ്മൾ മനസ്സിലാക്കാത്തതിലാണ് സങ്കടം ദൈവത്തിന്. വേറെ മറ്റുള്ളവർ മനസ്സിലാക്കും. ഇപ്പോൾ എൻ്റെ മക്കൾ എൻ്റെ കുടുംബത്തിലാണെന്ന് അവർ മനസ്സിലാക്കിയില്ല, എനിക്ക് സങ്കടമല്ലേ. നമ്മുടെ ഓരോരുത്തർക്കും ഓരോ അവനവൻ്റെ ഭവനം, അവനവൻ്റെ വീട്, അവനവൻ്റേത് എന്നുള്ള ഒരു ചിന്ത, അത് ദൈവം നിയോഗിച്ചതാണ്. അതിന് വില കൊടുക്കണം. അത് വില കൊടുക്കാതെ ബുദ്ധി മന്ദിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കളുടെ എല്ലാവരും തിരിച്ചു കൊണ്ടുവരിപ്പിക്കുന്ന ഒരു സമയമായി മാറട്ടെ. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും, നിൻ്റെ മക്കളുടെ മക്കളെ നീ കാണും, ഇസ്രായേലിൻ്റെ സമാധാനം വരും. 4 കാര്യങ്ങൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. 2, ആയുഷ്കാലമൊക്കെയും യെരൂശലേമിൻ്റെ നന്മ കാണും, കുടുംബത്തിന് മക്കളുടെ മക്കളെയും കാണും, സമാധാനം ഉണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തു തരുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു.
നമുക്ക് നമ്മുടെ ഭാരവും ആകുല ചിന്തയും മാറിയിട്ട് ഒരു കാര്യമില്ല. അതായത് ലൂക്കോസിൻ്റെ 12-ാം അധ്യായം പല പ്രാവശ്യം വായിക്കണത് യേശുവിൻ്റെ വാക്യങ്ങളാണ്. ഇതിനകത്ത് എല്ലാം ഉൾക്കൊള്ളുന്നു. ഒറ്റ അധ്യായത്തിനകത്ത് യേശു ക്രിസ്തു എത്ര കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞ് വെച്ചാൽ ലാസ്റ്റിലാണ് പറയുന്നത്, 12-ന്റെ അവസാനമായപ്പം 54-ാം വാക്യം തൊട്ട് പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയും. അപ്പം മേഘം പൊങ്ങുമ്പം മഴ വരുമെന്ന് നമുക്കറിയാം. അങ്ങനെ സംഭവിക്കുന്നു. തെക്കൻ കാറ്റ് ഊതുമ്പോൾ കണ്ടാലോ അത്യുഷ്ണം ഉണ്ടാകും. തെക്കുന്ന് കാറ്റ് വരുവാണെങ്കിൽ വറവിൻ്റെ ആണെന്ന് നമ്മൾ പറയും. അത് സംഭവിക്കുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെ ആകാശത്തിനെയും ഭാവത്തെ വിവേചിച്ചത് നിങ്ങൾക്കറിയാം, എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ? ഈ ലോകപരമായ കാര്യങ്ങൾ നമുക്ക് വിവേചിച്ചറിയാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മീകമായ കാര്യങ്ങളെ അറിയാത്തത് എന്ന് സങ്കടപ്പെട്ട് ചോദിക്കുകയാണ്. ദ ഡിഫിക്കൽട്ടി ഈസ് ഹിയർ. അതായത് നമ്മുടെ ആത്മാവിന് മരിച്ചു പോയതിനെ ഏദൻ തോട്ടത്തിൻ്റെ ദൈവത്തോടുള്ള ജീവിതത്തിൻ്റെ മെമ്മറി ഇവേഡ് ചെയ്തു പോയി. നമ്മൾ പറയും മെമ്മറി ഇറേസ് ചെയ്തു പോയി എന്ന് പറയത്തില്ല, നമ്മൾ മനസ്സിൽ നിന്ന് ബുദ്ധിയിൽ നിന്ന്. അങ്ങനെ സംഭവിച്ചു പോയി. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഇത് സ്വർഗത്തിലെ അപ്പച്ചൻ ഇതെല്ലാമാണ് പ്ലാനെന്ന് ലൂക്കോസ് 12-ൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ട്, നിങ്ങളെ ആവശ്യമില്ലാത്ത പഠിപ്പിക്കുന്നിടത്തുനിന്ന് ഒഴിഞ്ഞു നിൽക്കുവീൻ. 12-ാം അധ്യായം മാത്രം വായിച്ചാൽ ജീവിക്കാൻ പഠിപ്പിക്കും ദൈവം. എന്നിട്ട് കർത്താവ് പറയുന്നതാണ്, കർത്താവ് നമ്മൾ ബുദ്ധിയില്ലാത്തവരാകരുത്. നമുക്ക് ലോകത്തിൻ്റെ കാര്യം ബുദ്ധി അനുസരിച്ച് കാണുന്ന കാര്യങ്ങളിൽ കൂടെ കാറ്റ് എവിടെ നിന്ന് വരുന്നു, കാറ്റ് എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് ആത്മാവിൻ്റെ കാര്യങ്ങൾ അറിയാത്തത്? അതാണ് കപടഭക്തിക്കാരെ എന്ന് വിളിക്കുന്നത്. അതാണ് ആദ്യം 12 തുടങ്ങിയത് കർത്താവിന്, കപടഭക്തിക്കാരെ സൂക്ഷിക്കണം. ഭൂമിയുടെ ആകാശത്തിൻ്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം, എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്ത എന്ത്? ന്യായമായത് എന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തത് എന്ത്? പ്രതിയോഗിയോടുകൂടി അധികാരികളുടെ അടുക്കൽ പോകുമ്പോൾ വഴിയിൽ വെച്ച് അവനോട് നിരന്നുകൊള്ളുവീൻ, അല്ലാഞ്ഞാൽ അവൻ നിന്നെ ന്യായാധിപതിൻ്റെ മുമ്പിൽ അഴിച്ചു കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കോൽക്കാരൻ്റെ പക്കൽ ഏൽപ്പിക്കുകയും കോൽക്കാരൻ തടവിലാക്കുകയും ചെയ്യും. ഒടുക്കത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് ഞാൻ നിന്നോട് പറയുന്നു. അതാണ് നമ്മൾ വിശ്വാസികളുടെ ഇടയ്ക്ക് വഴക്കുണ്ടാകും. വിശ്വാസികളുടെ ഇടയ്ക്ക് വഴക്കുണ്ടാകുമ്പോൾ കൊരിന്ത്യനകത്ത് പറയുന്നുണ്ട്, നമ്മൾ അവിശ്വാസികളുടെ അടുക്ക പോയി അല്ല നമ്മുടെ കേസുകൾ പരിഹരിക്കേണ്ടത്. അറിയാൻ മേഞ്ഞിട്ടാണ് വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ കഴിയുന്നതും നമ്മൾ വീട്ടിനകത്ത് വെച്ച് തന്നെ പരിഹരിക്കാനുള്ള ബുദ്ധി ഞാനും ദൈവം തന്നിട്ടുണ്ട്. വചനം അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിർബന്ധമാണ്. നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും, ആ പ്രശ്നങ്ങളെ ഭവനത്തിനകത്ത് തന്നെ പരിഹരിച്ചെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ആഗ്രഹം നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കേസും പ്രശ്നം വരുമ്പം നമ്മൾ വല്ലോടത്തോട്ട് ഓടും. ഇത് വളരെ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങളിൽ ഒരുത്തനും മറ്റൊരുവനോടൊരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? ഒരു ചോദ്യമാണ്. എന്തൊരു വളരെ സീരിയസ് അല്ലേ? ഒരു പ്രശ്നമുള്ളപ്പം നിങ്ങൾ തമ്മിൽ അത് പരിഹരിക്കാതെ സത്യദൈവത്തെ അറിയാത്തവരുടെ അടുക്കൽ ചെന്നിട്ട് നീ അത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? we have gone miles and miles apart from this truth. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികൾ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? അതായത് ലോകത്തെ മുഴുവനും വിധിക്കാൻ വിശ്വാസികൾക്ക് അധികാരം കൊടുത്തിട്ട് നമ്മുടെ ചെറിയ കാര്യം നമ്മളെ അവിശ്വാസികളുടെ മുമ്പിൽ കൊണ്ടുപോയി കാണിച്ച് നമ്മളെ തന്നെ നഗ്നരാക്കുന്ന അവസ്ഥ. ഇത് ഈ വെട്ടിൽ, അതായത് കുഴിക്കകത്ത് നമ്മൾ വീണേച്ച് സത്യം പറഞ്ഞാൽ കുഴി കിടക്കുന്ന നമുക്ക് ബുദ്ധിയില്ല, ഒന്നാമത് വെട്ടമില്ല. അതിനകത്ത് കിടന്ന് അന്യോന്യം കുറ്റം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ അടുത്ത് തന്നെ ഞാൻ കാണാറുള്ളതാണ് ഈ പ്രോപ്പർട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പം സഹോദരന്മാരും നമ്മുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ട് വിളിച്ചു പറയും ഓരോന്ന്. അവരൊന്നും ഉദ്ദേശിക്കുന്നതല്ല വിളിച്ചു പറയുന്നത് പോലും. പക്ഷെ പിശാചൻ അടിമയായാലും ഇതുപോലെ കാര്യമുണ്ട്. അവൻ നമ്മളെ വലിച്ചു കയറണം എന്നല്ലേ ആഗ്രഹമുള്ളൂ. നമ്മൾ ഒരിക്കലും
അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിന് നമ്മുടെ മാതാപിതാക്കന്മാർ മരിക്കുന്നതിന് മുമ്പേ അതൊക്കെ ചെയ്തു കൊടുത്ത് വൃത്തിയാക്കി വെക്കേണ്ടത്. അത് ചെയ്യാതെ അടുത്ത തലമുറയ്ക്ക് ഇട്ടേച്ച് പോയിട്ട് പിന്നെ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുകയാണ്. ഒന്നാമത് നമുക്ക് പല പ്രശ്നങ്ങളും നമ്മുടെ പിതാക്കന്മാർ ചെയ്യാത്തതിൻ്റെ ബലഹീനത നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ മാറിപ്പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെങ്കിലും ചെയ്യാതിരിക്കാൻ, മറ്റുള്ള അടുത്ത തലമുറയ്ക്ക് നന്മ വരാൻ പ്രാർത്ഥിക്കാൻ വേണ്ടത് നോക്കിക്കണ്ട് ചെയ്യണം. ലോകത്തെ നിങ്ങൾ വിധിക്കുന്നെങ്കിൽ ഏറ്റവും ചെറിയ സംഗതി വിധിപ്പാൻ നിങ്ങൾ അയോഗ്യർ. നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്രയധികം. എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരം ഉണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനി നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? അല്ല, സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസിയുടെ മുമ്പിൽ തന്നെ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയില്ല. അതിന് പകരം നിങ്ങൾ അന്യോന്യം സഹിച്ചുകൊള്ളാത്തതെന്ന്, നഷ്ടമേറ്റുകൊള്ളാത്തതെന്ന്. അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ല. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. പിന്നെ ദുർനടപ്പുകാരെ മറ്റേ മറിച്ചൊക്കെ എഴുതി വെച്ചിരിക്കും. ഞാൻ പറയുന്നത് പ്രശ്നങ്ങളില്ലാത്തവരുടെയില്ല, പക്ഷെ പ്രശ്നം പറഞ്ഞു തീർക്കാനുള്ള കൃപ വരണം, വിനയം. പറഞ്ഞ് ഉപദേശിച്ചാൽ നമ്മളിപ്പം പ്രശ്നമുള്ളവർ നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. നമ്മൾ എന്ന് പറയുമ്പോൾ അവർ അനുസരിക്കത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മക്കളും ആകാം, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കുക മാത്രം. കർത്താവേ, പിശാച് വീട്ടിനകത്ത് കയറി കളിക്കുന്ന കർത്താവേ, എടുത്തു മാറ്റി തന്നിട്ട് നിൻ്റെ വേലി ഉറപ്പിച്ച് കെട്ടണം. നമ്മളത് വേലി ഉറപ്പിച്ച് കെട്ടണം. വേലി ഉറപ്പിച്ച് കെട്ടി തന്നിട്ട് ശത്രുവിനെ അടിച്ചു മാറ്റണം. ശത്രു അകത്താണ് എന്തോ ചെയ്യും. സഹോദരി സഹോദരന്മാർ തമ്മിൽ, മക്കളും അപ്പനും തമ്മിലുള്ള ബന്ധനങ്ങൾ വരുമ്പം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇതൊക്കെ അവരുടെ കുഴപ്പം കൊണ്ടാണ് അതോ പിതാക്കന്മാരിൽ കൂടെ വന്ന ഫെമിലിയർ സ്പിരിറ്റ്, അതായത് ശക്തനായ ദൈവത്തിൻ്റെ ആത്മാവിന് പകരം കലക്കത്തിൻ്റെ ആത്മാവ് കയറി കളിക്കുകയാണ്. കലക്കത്തിൻ്റെ ആത്മാവ് അഴിഞ്ഞു പോകട്ടെ. നമുക്ക് കർത്താവ് പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവിൽ റിപ്പൻറ്റ് ചെയ്യും, മാനസാന്തരപ്പെടുത്തില്ലെങ്കിൽ പ്രശ്നം ഇല്ലാത്ത ഒരു കുടുംബവും ഒരു ഫാമിലി ഒരു നേഷനും ഇല്ല. പക്ഷേ അത് കഴിവതും വിശ്വാസികൾ തമ്മിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. അല്ലാത്തത് കോടതി കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അത് പ്രശ്നമാക്കാതെ സൂക്ഷിക്കാൻ രണ്ട് സൈഡും ഒരുപോലെ ശ്രമിക്കണം. പിന്നെ നമ്മൾ കുഴി വീഴുമ്പം ബാക്കിയുള്ളവരോട് കൂടെ കുഴി വീഴാതിരിക്കാനും നമ്മൾ ശ്രമിക്കണം. ഇതൊക്കെ ആവശ്യമാണ്. ഇതിനൊക്കെ ഒറ്റ മൂല്യമായിട്ട് നമുക്ക് ദൈവത്തമ്പുരാൻ തൻ്റെ പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ, അവൻ നമ്മുടെ അഡ്വക്കേറ്റാണ്, വക്കീലാണ്, കാര്യസ്ഥനാണ്. അവൻ നമുക്ക് വേണ്ടി ചെയ്തു തരും. അങ്ങനെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന പേരിതാണ്, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവേ, സമാധാന പ്രഭു. അത്ഭുത മന്ത്രി എന്ന് പറഞ്ഞാൽ ഉപദേശം തരുന്നവനല്ലേ. എനിക്ക് ഉപദേശം വേണം. എന്തുകൊണ്ട് യഹോശാഫാത്ത് ചെയ്യുന്നത് പോലെ പള്ളിയിൽ ഒരു ഉപവാസം പ്രഖ്യാപിക്കുന്നില്ല? സഹോദരന്മാരിൽ മക്കളിൽ പ്രശ്നമുള്ളപ്പോൾ ഒരു ഉപവാസം പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഉപവസിക്കുക എന്ന് പറയുമ്പോൾ കർത്താവിനോട് ഒരു ഉടമ്പടി എടുക്കുകയാണ്. കർത്താവെ, ഞാൻ ഈ പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. നമുക്ക് പറയാമല്ലോ, ചർച്ചുകളിലായിരിക്കും, സഭകളിലാണ്. മിക്ക സഭകളിലും ഇലക്ഷൻ, ഈ അടുത്തിടെ ഒരു ഇലക്ഷൻ ടൈമിൽ ഒരേ സഭയിലെ രണ്ട് കൂട്ടരും മുട്ടം വഴക്കുണ്ടായി. അവസാനം പോലീസിനെ നിർത്തി ഇലക്ഷൻ എടുത്തെന്ന് ഞാൻ കേട്ടു. ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് സങ്കടം വരും. കാരണം കർത്താവിനെ വ്യസനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിരന്തരം. ദൈവം അടുത്തു പോകുന്നില്ല. കാരണം അവനറിയാം, ഈസ് സ്റ്റിൽ ഇൻ അബ്സല്യൂട്ട് കൺട്രോൾ. സ്വർഗം തൻ്റെ സിംഹാസനം, ഭൂമി തൻ്റെ പാദപീഠം. കർത്താവ് പരീക്ഷിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ളവരെല്ലാം മാനസാന്തരപ്പെടും മരിക്കുന്നതിന് മുമ്പ്. പക്ഷേ യു ആർ ഷോയിങ് സച്ച് ബാഡ് എക്സാമ്പിൾ ടു ദി നെക്സ്റ്റ് ജനറേഷൻ. അതെല്ലാം വരുത്തി വെച്ച് കഴിഞ്ഞിട്ട് അവസാനം അവരങ്ങ് രക്ഷപ്പെട്ടു കയറിപ്പോകും, എങ്ങനെയെങ്കിലും മാനസാന്തരം. പക്ഷേ ടു ദ യങ്ങർ ജനറേഷൻ യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് ഗുഡ്. പിന്നെ ദൈവം തൻ്റെ കരുണ കൊണ്ട് അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട്. എന്താന്നേലും ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ദൈവമേ, മാനസാന്തരപ്പെടാൻ അപ്പച്ചൻ ആഗ്രഹിക്കുമ്പോൾ വിനയപ്പെടാനുള്ള ഹൃദയം ഞങ്ങൾക്ക് തന്നിട്ട് അവനവൻ്റെ ബലഹീനത ഏറ്റുപറഞ്ഞിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ജ്ഞാനവും വിവേകവും പ്രാപിച്ചെടുത്തിട്ട് ദൈവത്തിൻ്റെ ആത്മാവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കൃപ ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. എവിടെ തൊടണം, എവിടെ എടുക്കണം എന്ന് പോലും അറിയത്തില്ല. പ്രശ്നങ്ങൾ ആദ്യമേ ഒരു ചെറിയ കാര്യത്തിലാണ് തുടങ്ങുന്നത്. പിന്നെ അത് ഈ സ്നോ ബോൾ പോലെയാണ്. മേളിൽ നിന്നൊരു ചെറിയ സ്നോ അത് മേളിൽ നിന്ന് ഉരുളാൻ തുടങ്ങും. ഉരുളും തോറും കാണുന്ന ചുറ്റുപാടുമുള്ള ഐസ് മുഴുവനും, സ്നോ മുഴുവനും അതിൻ്റെ ചുറ്റും കൂടി അവസാനം താഴെ വരുമ്പോൾ വലിയൊരു മല പോലെ സ്നോയായി മാറും.
അങ്ങനെ ഒരു സ്നോബോൾ പോലെ, മഞ്ഞ് കട്ട പോലെ ഭൂമിയിലോട്ട് ഇറങ്ങി വരുന്നത് പോലെ ആദ്യം ചെറിയ പ്രശ്നം, പിന്നെ അത് പ്രശ്നം, പിന്നെ പരിഹരിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങളുടെ സഭകളിലുണ്ട്, ഭവനങ്ങളിലുണ്ട്, ഞങ്ങളുടെ കൂട്ടായ്മകളിലുണ്ട്, എല്ലായിടത്തും ഉണ്ട് കർത്താവേ. ഇതെങ്ങനെ പരിഹരിക്കണം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. യഹോശാഫാത്ത് നിൻ്റെ മുമ്പിൽ ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചു. അവർ തപ്പോടും കിന്നരത്തോടും ദൈവത്തെ സ്തുതിച്ചു. ഒരു കാര്യത്തിന് വേണ്ടി പർട്ടിക്കുലറായിട്ട് അവരത് ചെയ്തു. അത് ചെയ്തപ്പോൾ ഒരു ലേവ്യൻ്റെ മേൽ നിൻ്റെ ആത്മാവ് വന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ് ഇന്നു മുതൽ യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്ന്. അങ്ങനെ ശത്രുക്കൾ തമ്മിൽ അടിച്ച് അവരെ ഇല്ലാതാക്കിയത് ആ ദൈവത്തെയാണ് ഞങ്ങൾ കാണുന്ന കർത്താവേ. അതുകൊണ്ട് ആത്മീയ ഗോളത്തിൽ ജഡരക്തങ്ങളോടല്ലല്ലോ യുദ്ധം ചെയ്യുന്നത്. ശത്രുക്കളെ അടിച്ചു മാറ്റാനുള്ള കൃപ തരണം. ദൈവത്തിൻ്റെ വേലിയെട്ടി ഞങ്ങളെ ഉറപ്പിക്കണം. കർത്താവിൻ്റെ മക്കളാക്കാൻ വേലിയില്ലാതെ പൊളിഞ്ഞു കിടക്കുന്ന കണ്ടില്ല. ആലയത്തിന് വേലിയില്ല. നെഹമ്യാവ് കരയുന്നുണ്ട്, എസ്രാ കരയുന്നുണ്ട്, ദാനിയേൽ കരയുന്നുണ്ട്. ഇവരെല്ലാം യെരൂശലേമിന് മതിലുകളില്ലാതെ പോയി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഭവനങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ സഭകൾക്ക് മതിലുകളില്ലാതെ പോകുന്നു. വിൽ യു നോട്ട് റിവൈവ് us? ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ചോദിക്കുക അപ്പച്ച. എന്താണ് മാറ്റങ്ങൾ വരുത്തുന്ന മാറ്റം ചെയ്യുവാനുള്ള ഹൃദയട്ടത. അല്പമെങ്കിലും വിട്ടുവീഴ്ച മനോഭാവം ഞങ്ങൾക്ക് തന്നാൽ ഇതെല്ലാം അഴിഞ്ഞു പോകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണമേ. ഞങ്ങൾക്ക് അസാധ്യമുള്ളത് അപ്പച്ചന് സാധിക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം സ്ഥാപിച്ചു തരുന്ന പരിശുദ്ധാത്മ അധികാരം എടുത്താട്ട് ഞങ്ങളുടെ ബലഹീനതകളെ മറന്നിറങ്ങി വന്ന് സഹായിക്കണമേ. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നനാമത്തിൽ തന്നെ. ആമേൻ.